രംഗണ്ണന് ശേഷം സോഷ്യൽ മീഡിയയിൽ അടിച്ചുകയറി ദുബായ് ജോസ്. അതെ, 20 വർഷം മുമ്പ് എം സിന്ധുരാജിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിൽ റിയാസ് ഖാൻ ചെയ്ത ദുബായ് ജോസ് എന്ന കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ടെർബോ ജോസിനൊപ്പം ശ്രദ്ധിക്കപ്പെടുന്നത്. ജലോത്സവത്തിൽ റിയാസ് ഖാന്റെ ഈ കഥാപാത്രം പലയിടങ്ങളിലായി ഉപയോഗിക്കുന്ന അടിച്ചു കയറി വാ എന്ന സംഭാഷണവും ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും നിറയെ ജോസ് റീലുകളും മീമുകളുമാണ്. ടെർബോ സിനിമയിൽ ജോസ് എന്ന കഥാപാത്രം ഹിറ്റായതോടെയാണ് ദുബായ് ജോസും തരംഗമായത്. ഒരു സ്പൂഫായി കണ്ടാണ് പലരും ദുബായ് ജോസിനെ വൈറലാക്കിയത്. ദുബായ് ജോസ് മലയാളികൾക്കിടയിൽ തരംഗമാകുമ്പോൾ 20 വർഷം മുമ്പ് ദുബായ് ജോസായി വേഷമിട്ട റിയാസ് ഖാൻ ജലോത്സവം സിനിമയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ജലോത്സവം സിനിമയിലെ ദുബായ് ജോസ് എന്ന കഥാപാത്രം അടിച്ചു കയറി വന്നതിൽ സന്തോഷമുണ്ടെന്നും ഒരുപാട് ആളുകൾ തന്നെ ഇത് കണ്ട് വിളിക്കുന്നുണ്ടെന്നും റിയാസ് പറഞ്ഞു. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വളരെ ചെറിയ കഥാപാത്രമായിരുന്നു ദുബായ് ജോസ് എന്നും പിന്നീട് കൂടുതൽ സീനുകൾ എഴുതി ചേർക്കുകയായിരുന്നുവെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. 20 വർഷങ്ങൾക്ക് മുമ്പ് സിബി മലയിൽ സാറിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, നെടുമുടി വേണു, നവ്യ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രമാണ് ജലോത്സവം. അതിലെ എന്റെ കഥാപാത്രമാണ് ദുബായ് ജോസ്. ആ കഥാപാത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. നമ്മൾ അഭിനയിച്ച ഒരു കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അന്ന് ആ കഥാപാത്രം നന്നായി ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ ആളുകൾ അത് ഓർക്കുന്നത്. സ്നേഹപൂർവ്വമാണ് എല്ലാവരും ആ കഥാപാത്രത്തെ പറ്റി പറയുന്നത്. വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു അത്. ആളുകൾ ചർച്ച ചെയ്യുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് കരുതിയാണ് സിബി സാർ അന്ന് ആ കഥാപാത്രത്തെ എഴുതിയതെങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മാത്രം. അന്നത്തെ സിനിമ പബ്ലിസിറ്റിയൊക്കെ വേറെ തരത്തിലല്ലേ. ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയ വഴിയെല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. ആ സിനിമയിൽ ആ കഥാപാത്രം ആദ്യം വളരെ ചെറുതായിരുന്നു. ഞാൻ നന്നായി ചെയ്തത് കണ്ടിട്ട് പിന്നെ സിബി സാർ സെറ്റിലിരുന്ന് എഴുതിയ കഥാപാത്രത്തെ വലുതാക്കുകയായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഏറ്റവും മികച്ച താരങ്ങളായിരുന്നു. ഒരു സീൻ കൊടുത്താൽ അടിച്ചു കയറി വരുന്ന ആളുകളാണ് എല്ലാവരും. ആ കഥാപാത്രത്തിന്റെ ഡബ്ബിങ്ങും ഞാനാണ് ചെയ്തത്. സിബി സാർ കൂടെ വന്നിരുന്നാണ് ഡബ്ബ് ചെയ്യിച്ചത്. ഈ കഥാപാത്രത്തിന് റിയാസ് അല്ലാതെ ആര് ഡബ്ബ് ചെയ്താലും ആ ഫീല് കിട്ടില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതിയെന്ന് സിബി സാർ പറഞ്ഞു. ഞാൻ അഭിനയിച്ച വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിൻ ഇന്ന് റിലീസായി. അടുത്ത മാസം DNA റിലീസാകുന്നു. അത് കഴിഞ്ഞിട്ട് 2 പടങ്ങളുണ്ട്. തമിഴിൽ സുന്ദർ സി, അനുരാഗ് കശ്യപ് എന്നിവരോടൊപ്പം ചെയ്ത 1 to 1, പ്രഭുദേവയോടൊപ്പം ചെയ്ത പേട്ട റാപ്പ് എന്നിവ റിലീസിന് തയ്യാറെടുക്കുന്നു. ഫഹദ് ഫാസിലിന്റെ പടം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. അങ്ങനെ കുറെ പ്രൊജക്റ്റുകളുണ്ട്. ഇതിനിടയിൽ ദുബായ് ജോസ് അടിച്ചു കയറി വന്നതിൽ സന്തോഷം റിയാസ് ഖാൻ പറഞ്ഞു നിർത്തി. ഏതായാലും മലയാളത്തിലും തമിഴിലും കൈനിറയ ചിത്രങ്ങളുമായി അടിച്ചു കയറുന്ന റിയാസ് ഖാന് നിനച്ചിരിക്കാതെ അടിച്ച ലോട്ടറി ആവുകയാണ് ദുബായ് ജോസ്.